ഈ വട്ടൂരികളുടെ ഒരു കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ വട്ടൂരികൾക്ക് മാതൃകയുള്ളത് ഇബിലീസിലാണ് അത്രേ. ഇബിലീസിന് മാതൃകയുണ്ട് എന്നും ഇബിലീസ് മുസ്ലിമാണ് എന്നും ഇബിലീസ് മഹാനാണ് എന്നുമാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല ഇബിലീസ് പഴച്ചതാണ് എന്നും നരകത്തിലാണ് എന്നും ക്ഷമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും വട്ടൂരികൾ വരെ അല്ലല്ല, അല്ലാഹു തആലക്ക് തെറ്റി, ഇബിലീസ് മഹാനാണ്. എവിടെ എത്തിയടോ നിങ്ങള്? ഏതാണോ നിങ്ങളെ മതം? നമ്മൾ നേരത്തെ പറയണ്ടേ ഇത് ചേകനൂരുമെന്നും പുടുത്തം പുടുന്ന കേസാണ്. അപ്പൊ അവിടെ തീരങ്ങള് ഇബിലീസ് മുസ്ലിം അത്രേ. അതിനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ചങ്ങായി തെരുവ് തണ്ടുന്നതേ. ആലോചിച്ച് നോക്കി, ഇബിലീസിനെ നന്നാക്കുക. ഇബിലീസിനും തിരുപ്പതി അതാണ്. ഇന്നെ പോലത്തെ ആൾക്കാരാണല്ലോ ബലിന്നെ നന്നാക്കിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം എന്നാ ഇബിലീസ് പറയുന്നത്. വട്ടൂരികൾ എന്നെ നന്നാക്കി പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം, ഓലിന്റെ ആൾക്കാർ തന്നെ അല്ല എന്നാ ഇബിലീസ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനൊക്കെ വരുന്നത്. എന്നിട്ട് അല്ലാഹു തആലക്ക് ക്ലാസ് ഇട്ട് കൊടുക്കുക, ഇബിലീസ് മഹാനാണെന്നും ഇബിലീസ് മുസ്ലിമാണ് എന്നും. എവിടെ എത്തിയടോ നിങ്ങള്? നേരത്തൊക്കെ മാതൃകയുള്ളത് ആരിയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പ്രസ്ഥാനം പിടിച്ച് പുറത്തേക്ക് ഇട്ടപ്പോ AP ഉസ്താനെ കുറെ നന്നാക്കി പറഞ്ഞു. ഉള്ളിൽ കപടതയാണ്, വിശ്വാസമല്ല. പക്ഷെ പുറമത്തേക്ക് ഇങ്ങനെ നന്നാക്കി പറഞ്ഞു, 4 ആളെ കിട്ടാൻ വേണ്ടി. കിട്ടൂല എന്ന് കണ്ടപ്പോ AP ഉസ്താനെ വിട്ടു. പിന്നെ ഉള്ളാൾ തങ്ങൾ പാപ്പയിൽ മാതൃക ഉണ്ട്, ഉള്ളാൾ തങ്ങൾ പാപ്പ മഹാനാണ്. അത് കടക്കണേക്കും അവിടുന്ന് ആളെ കിട്ടൂല എന്ന് കണ്ടപ്പോ EK ഉസ്താദിൽ മാതൃകയുണ്ട്. അതിലാണ് EK വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ് താച്ചാട്ടണ ഈ സൈസിനെ. EK വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രഗത്ഭ പണ്ഡിതൻ പറയാ, പച്ചക്ക് പറഞ്ഞ അയാളെ, ഈ വട്ടൂരികൾ സുന്നികളല്ല, ഇവരെ താച്ചാട്ടണം എന്നാ പറഞ്ഞേ. എവിടെ വരുന്നിടത്ത് വെച്ച് താച്ചാട്ടണം? EK വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു താച്ചാട്ടണം. ഓർക്കും മനസ്സിലായി നിങ്ങളെ കേടി. അതിൽ പിന്നെ EK ഉസ്താദിന് മാതൃക ഉണ്ട് എന്നുള്ള വെല്ലർ മാറ്റിച്ചിട്ട് എന്തായി? ജിഫ്രി തങ്ങളുപ്പാപ്പ എന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ ജിഫ്രി തങ്ങളുപ്പാപ്പാനെ കുറിച്ച് പറഞ്ഞു. തങ്ങളുപ്പാപ്പ വലിയ മഹാനാണ് എന്നൊക്കെ പറഞ്ഞു. തങ്ങളാപ്പാക്കറിയാം. തങ്ങളാപ്പന്നെ പറഞ്ഞു, ഇന്നങ്ങനെ സോപ്പിട്ടാണ്ട് ഇന്നങ്ങനെ പൊന്തിച്ച് പറയുന്ന ടീമൊക്കെ ഉണ്ടാവും, അതിലും നിങ്ങൾ പെട്ടുകൊണ്ടോ ഒരു കള്ളന്മാരാന്ന് തങ്ങളാപ്പ പറഞ്ഞപ്പോ അത് കിടക്കണേക്കും തങ്ങളെ നിങ്ങൾ സലാം സുല്ലമിന്റെ വാദക്കാരനാണ്. എങ്ങനെയുണ്ട്? ജിഫ്രി തങ്ങളുപ്പാപ്പ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ഇതാണ്, മുത്തുക്കോയ തങ്ങൾ വരും എന്നൊക്കെ EK ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എത്രത്തോളം പുകഴ്ത്തി പറയാൻ പറ്റും അത്രത്തോളം പറഞ്ഞിട്ട് അവസാനം കൊണ്ടിട്ടത് എന്താ? സലാം സുല്ലമിന്റെ വാദക്കാരനാണ് തങ്ങളെ, ജിഫ്രി തങ്ങളെ നിങ്ങൾ സലാം സുല്ലമിന്റെ വാദക്കാരനാണ്. സലാം സുല്ലമി പറഞ്ഞ എന്താ? പച്ച വഹാബിന്റെ വാദക്കാരനാണ്. ജിഫ്രി തങ്ങളുപ്പാപ്പാനെയും തള്ളി. പിന്നെ അങ്ങനെ അയ്യാണ്ട് സുന്നത്തമാത്തിന്റെ ആലിമ്യങ്ങളൊന്നും കിട്ടൂല എന്ന് കണ്ടപ്പോ രാഷ്ട്രീയക്കാരെ പിടിച്ചു തുടങ്ങി. അങ്ങനെ ലീഗിന്റെ മതവ് കുറെ പറഞ്ഞു. ലീഗർക്കും മനസ്സിലായി ആകെ തെറ്റ 4-3 ഇവരെ വോട്ടൊന്നുമില്ല, വോട്ടെന്നല്ല പിന്നെ ദത്ത ബല താഴ്ന്നെടുക്കുന്നത് ലീഗാരെ ഒഴിവാക്കി. അതിലാണ് പിന്നെ പാണക്കാട് തങ്ങന്മാരിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാണ്ട് എന്താണ് പിന്നെ കുരുള കേക്കോ എന്തൊരു കേക്കും കൊണ്ടേ കൊടുത്തു. അതിൽ തങ്ങളാപ്പോ എന്നെ കിട്ടിയ കേക്കാണ് വാങ്ങിച്ചിട്ട് വന്ന വണ്ടിക്ക് പോയിക്കോളിയും പറഞ്ഞാണ്ട് ആട്ടി വിട്ടു. അവിടുന്ന് അങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്തത്. എന്നാലും ചേട്ടാ നമ്മളെ കേക്കും മേടിച്ചു നമ്മളെ ഒരു പരിഗണിച്ചില്ല എന്ന് കണ്ടപ്പോ പിന്നെ എന്താണ് പറയാതെ അവിടെ ഒരു മൗലീദ് പരിപാടി നടന്നപ്പോ അയക്കണക്ക് വലിഞ്ഞു കയറി ചെന്നു. അവിടെയും പരിഗണിച്ചില്ല. കുഞ്ഞാമത് ഇവിടെയും സമത് അവിടെയും നൗഷാദ് അപ്പുറത്തും നോക്കിങ്ങള് അവിടെയും പരിഗണിച്ചില്ല. അതിൽ പാണക്കാട് തങ്ങന്മാരെയും വിട്ടു. അതിൽ പിന്നെന്നാ ആയിക്കോട്ടെ ഇനിയിപ്പോ പറ്റിയത് BJPന്റെ നേതാക്കന്മാരെ തെറ്റുപോവുക. അങ്ങനെയാണ് ഭാരതാംബതിയും മോദിജിക്ക് കരുത്ത് പകരമൊക്കെ ഉണ്ടായത്. അങ്ങനെ BJPന്റെ സംസ്ഥാന അധ്യക്ഷനെ പോയാണ്ട് പുതപ്പൊക്കെ ഇട്ട് മൂടി ഇന്നലെയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. അതിൽ മൂപ്പരെന്നാണ് നെട്ടി ആരപ്പത് മാതൃകയൊക്കെ എഴുതി. അപ്പോ BJPയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ തോനെ പരിഗണിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഇന്നിപ്പോ മാതൃക ഉള്ളത് ഇബിലീസിലായിക്കോട്ടെ. അപ്പൊ ഇബിലീസിലാ മാതൃക. ഇബിലീസിൽ മാതൃകയുണ്ട്. ഇബിലീസ് മുസ്ലിമാണ്, ഇബിലീസ് മഹാനാണ്. അപ്പൊ ചങ്ങായ ഖുർആനിൽ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞില്ല, അത് നോക്കാൻ പാടില്ല. ഇവിടെ മഹാന്മാർക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം പിന്നെ നിന്റെ കിതാബിലും ഡേറ്റുകാരുണ്ടോ? ഇബിലീസ് മഹാനാണ്. എടോ ഹംകീങ്ങളെ, നിങ്ങളെ മുസ്ലിമീങ്ങളാ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിങ്ങനെ ഈ ഇബിലീസിനെ കൂട്ടുപിടിച്ച് അല്ലാഹു തആലക്ക് എതിര് പറയാം. ഏതോടോ നിങ്ങളെ മതം